നമ്മളൊക്കെ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു ചരിത്രമുണ്ട് അല്ലേ? നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. നിങ്ങളും ഞാനും ഒക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു ചരിത്രമാണ്. മുത്തുനബി തങ്ങൾ രാത്രി നിന്ന് നിന്ന് നിസ്കരിച്ച് അവിടുത്തെ കാലിൽ നീര് വന്ന് ആയിഷ ബീവി ചോദിച്ചൊരു ചരിത്രമുണ്ട് അല്ലേ? എന്നാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആ ചരിത്രം പറയല്ല. എവിടെയെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നിസ്കരിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഞാൻ നിസ്കരിച്ച് എൻ്റെ കാലിൽ നീര് വന്നിട്ടുണ്ട് എന്നൊക്കെ എവിടെയെങ്കിലും പറയുന്നത്, പ്രയാസത്തോടു കൂടെ പറയുന്നത് മറ്റും നമ്മൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മുത്തു നബി തങ്ങൾ അവിടെ കേവലം ഒരു നിസ്കാരം എന്ന നിലക്ക് മാത്രമല്ല നിൽക്കുന്നത്, മറിച്ച് ഹബീബായ തങ്ങൾ ഹബീബിന്റെ ഹബീബിനോട് പ്രണയമാണ്. ഹബീബിന്റെ ഹബീബിനോട് അവിടെ മുനാജാത്ത് നടത്തുകയാണ്. കേവലം ഒരു നിസ്കാരം എന്ന നിലക്ക് മാത്രം നിൽക്കുന്നതല്ല, എൻ്റെ ഹബീബിനോട് സംസാരിക്കുകയാണ്. അത് എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും, എത്ര ദൈർഘ്യമേറിയിട്ടാണെങ്കിലും നബിക്ക് അതൊരു പ്രശ്നമേ അല്ല. അവിടുത്തെ കാലിൽ നീര് കെട്ടി വീർത്താലും നബിക്ക് അതൊരു പ്രയാസമായി തോന്നിയിട്ടില്ല. നമുക്കൊക്കെ നിസ്കാരവും മറ്റു ഇബാദത്തുകളൊക്കെ ഒരു ചെറിയ നിലക്കെങ്കിലും പ്രയാസമായി തോന്നുന്നുണ്ടല്ലോ അല്ലെ? എന്താ അതിന് കാരണം? അള്ളാഹുവിനോട് നമുക്ക് യഥാർത്ഥത്തിലുള്ള പ്രണയമില്ലാത്തത് കൊണ്ടാണ്. നേരെ മറിച്ച് അതങ്ങ് മാറ്റിവെച്ച് അള്ളാഹുവിനോട് പ്രണയത്തോടുകൂടെ ഇബാദത്ത് ചെയ്തു നോക്ക്, നമ്മുടെ ജീവിതം സെറ്റാണ്. എന്ത് കാര്യം, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി, ഏത് പ്രയാസങ്ങൾ എന്ത് വന്നാലും റബ്ബിനോട് പ്രണയമുണ്ടോ, എന്നാൽ നമ്മളെ ഇബാദത്തുകൾക്ക് മധുരമുണ്ടാകും. നമ്മുടെ ആരാധന കർമ്മങ്ങൾ ഏതുമാവട്ടെ അതിനൊക്കെ വലിയ മാധുര്യമായിരിക്കും. ജീവിതം തന്നെ സെറ്റായിരിക്കും. അസ്സലാമു അലൈക്കും.